അതെന്താ? എന്താ എന്റെ അങ്ങനെ പറഞ്ഞേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തായിരുന്നോ? അയ്യോ, ഞാൻ ശരിക്കും എന്താ പറഞ്ഞെന്ന് വെച്ചാല് ആദിത്യക്ക് ഡോണറിനെ കിട്ടിക്കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മളെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോവാ. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ഗുഡ് ഗേൾ. ആദിയുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറിക്കഴിഞ്ഞാ ഞാൻ തന്നെ ആദിയുടെ എല്ലാ കാര്യവും നോക്കിക്കൊള്ളാം. അവന് വേണ്ടതെല്ലാം ഞാനവന് ചെയ്തു കൊടുക്കും. ഞാൻ എന്റെ മുത്തശ്ശി പോലും അത്ര നന്നായിട്ട് നോക്കിയത്. മോളെ, നീ വളരെ നല്ലൊരു കുട്ടിയല്ലേ? ഫാമിലിയിലെ എല്ലാവരും നോക്കുന്നുണ്ട്, എല്ലാവരുടെയും സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ നിന്നെ വഴക്കൊക്കെ പറഞ്ഞു. പക്ഷെ അത് മോൾ ഈ ഫാമിലിയിലെ ആളായോണ്ട് ആ സ്നേഹത്തില. അതല്ലാതെ ഞങ്ങളുടെ മോളോട് അങ്ങനെ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നും ഇല്ല അങ്കിൾ. നിങ്ങൾ എനിക്ക് മറ്റൊരു നല്ല ജീവിതം തന്നിരിക്കുകയല്ലേ. ഒരു സൗകര്യം ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഇത്രയും നല്ല സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നു. എന്ത് നല്ല ആഹാരങ്ങളാ തരുന്നത്. എനിക്ക് വീണ്ടും ഇനി ആ കുപ്പികളൊന്നും വരെ ജീവിക്കണ്ടല്ലോ. ഞാനിപ്പോ വളരെ ഹാപ്പി അങ്കിളെ. ഉറപ്പാണല്ലോ? ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ഗേൾ. എനിക്ക് നല്ലവണ്ണം അറിയായിരുന്നു നീ അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ലെന്ന്. പിന്നെ നീ നമ്മുടെ ഫാമിലി എപ്പോഴും സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ? ചെയ്യില്ലേ? ഉറപ്പായിട്ടും. നീ ശരിക്കും നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. അപ്പൊ നീ നിന്റെ കുടുംബത്തിന് വേണ്ടി കുറച്ച് സ്നേഹം കാണിക്കോ? എന്നിട്ട് ആദിത്യയെ രക്ഷിക്ക. കാരണം ഡോണർ നീ തന്നെയാണ്. എന്തു പറ്റിയ എനിക്കേ? നീ നിന്റെ അനിയന് വേണ്ടി ഇത് ചെയ്യില്ലേ? അവന്റെ ജീവൻ രക്ഷിക്കില്ലേ? എനിക്കെന്റെ മുത്തശ്ശിയെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആദിത്യക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ ആദിത്യയെ ഹെൽപ്പ് ചെയ്യുമല്ലോ അല്ലേ? നിന്റെ അനിയന്റെ ജീവൻ നീ രക്ഷിക്കില്ലേ? ആ, ഗുഡ്.